രണ്ടുപേർക്ക് മാറാനുള്ള സ്പേസ് ഉണ്ട്. എന്തുകൊണ്ട് ഒരു ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ ഒരു ബ്രദർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഒരുമിച്ച് ഡ്രസ്സ് മാറിയതുകൊണ്ട് ഇനിയിപ്പോ ഒരുമിച്ച് കിടന്നുകൊണ്ടും ഞാൻ അതിന് തെറ്റ് പറയില്ല. ആങ്ങളും പെങ്ങന്മാരും കെടുക്കുന്നില്ല, അച്ഛനും മോളും കെടുക്കുന്നില്ല. അവിടെ തെറ്റായ ചിന്തകൾ അവർ രണ്ടുപേരിലും ഉണ്ടാവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഹെൽനോസ് പാട്ടയും ദീപ്തി കല്യാണും തമ്മിലുള്ള ഫൈറ്റിന് തുടക്കം കുറിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റിനോട് യാതൊരു യോജിപ്പില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ദീപ്തി കല്യാണി എന്ന് പറയുന്ന വ്യക്തി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അതായത് ഒരാണായി ജനിച്ച് ആണായി ജീവിച്ച് പിന്നീട് സ്ത്രീയായിട്ട് മാറിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അച്ഛന്റെ മുന്നിൽ നിന്നോ സഹോദരന്റെ മുന്നിൽ നിന്നോ ഡ്രസ്സ് മാറുന്നത് യാതൊരു കുഴപ്പമില്ലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല മറ്റുള്ള പെൺകുട്ടികൾ, അതായത് സ്ത്രീകൾ, ഒരു സ്ത്രീയായിട്ട് ജനിച്ച് സ്ത്രീയായിട്ട് ജീവിച്ച് ഒരു ഭാര്യയും അമ്മയും മുത്തശ്ശിയെല്ലായിട്ട് മാറുന്ന ആളുകൾക്ക് ഇതൊരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെതിരെ ഹെൽനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ രംഗത്ത് വന്നത്. സോ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ധന്യയെ പിന്തുണയ്ക്കാനേ പറ്റുകയുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഒന്നും വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറില്ല. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ടായിരിക്കും, അത് നിങ്ങളുടെ വീട്ടിൽ മാത്രം വെച്ചാൽ മതി. അതിനെ ജനറലൈസ് ചെയ്ത് നാട്ടുകാർ മൊത്തം നെഞ്ചത്തോട്ട് കയറ്റി വെക്കരുത്. അത് തന്നെയാണ് നിങ്ങളോടും ജാസിയോടൊക്കെ പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന കാര്യം യാതൊരു കാരണവശാലും പൊതുസമൂഹത്തിന്റെ നെഞ്ചിലോട്ട് കൊണ്ട് ചാർത്തി വെക്കരുത്. അത് വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവർ തമ്മിലുള്ള ഈ ഒരു ഫൈറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ദീപ്തി കല്യാണിയുടെ ഭാഗത്തു നിന്ന് വന്നത് കണ്ടു. അത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും ഒന്ന് രേഖപ്പെടുത്താനും മറക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം റിയലി സോറി. എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. സോ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഒത്തിരി പേര് എനിക്ക് നല്ല റെസ്പോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഈ ഹെൽനോസ് പാട്ട ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചൊരു കാര്യമല്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. അവൾക്കൊരു വിചാരമുണ്ട്, ആരുടെ നെഞ്ചത്ത് അങ്ങ് കയറാം, ഓടി അങ്ങ് കയറാം. കാരണം ജാസിനെ കുറേ വലിച്ചു കയറി, പക്ഷെ ഏറ്റില്ല. അവസാനം ദീപ്തി കല്യാണ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്റെ പൊന്നുമോളെ, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പോലെ തന്നെ ഇതോടെ ഞാൻ പറയുകയാണ്, നിർത്തിക്കോ. ഇനി മേലാൽ ഒരു ട്രാൻസിന്റെയും ലൈഫിലേക്ക് കയറി ഇടപെടരുത്. ഒരു മനുഷ്യരുടെയും ഒരാളുടെ കാര്യത്തിലും ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ ഇടി കേരളത്തിലെ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും നിന്റെ കുടുംബത്തെ കയറി ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കും. ഇനി മേലാൽ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി കയറരുത് കേട്ടോ. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ഏറ്റവും റെസ്പെക്ട് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരോടും ആ ഒരു റെസ്പെക്ട് ഇല്ല. പ്രത്യേകിച്ച് ജാസി, ഈ പറഞ്ഞ ദീപ്തി കല്യാണി, നമ്മുടെ കൊച്ചു പ്രേമൻ, ജാൻമണി, ഇവരോടൊന്നും എനിക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല. കാരണം ഇവരുടെ കയ്യിൽ പത്രത്തോളം മോശമാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ അവജ്ഞയോടെയാണ് കാണുന്നത്. പക്ഷെ ഏഞ്ഞണി, ആരോഹി, അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ അവരുടേതായിട്ടുള്ള ലൈഫ് ജീവിച്ചു പോവാണ്. അവർ അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്താറില്ല, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാറില്ല. അവരവരുടേതായിട്ടുള്ള ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇവരാണ് മറ്റുള്ള ആളുകളെ ചൊറിഞ്ഞ് തല്ലി മേടിക്കാണ്ട് നടക്കുന്ന ആളുകൾ. പിന്നെ ഈ ഹെൽനോസ് പാട്ട എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ കയറി അവരെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറയാണ്ട് നിങ്ങൾ ആരാണ്? നിങ്ങൾ ഓടിച്ചെന്നോടനെ തല്ലാണ്ട് ആ പെങ്കൊച്ച് നിന്ന് തരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ തല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അതിന് അച്ഛനും അമ്മയൊക്കെ കൈയും കെട്ടി നോക്കിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓടി എന്നാൽ ചെന്ന് കയറി നോക്ക്. എന്തായാലും ഇതിന് മറുപടിയായിട്ട് നമ്മുടെ ഹെൽനോസ് പാട്ട വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പന്ന നായിന്റെ മോനെ കുടുംബത്തിൽ കയറി നിറങ്ങാൻ നിന്നെ ഞാൻ വിടുന്നു വിചാരിച്ചാടാ മൈര? നിന്റെ താഴത്താടുന്ന വണ്ടിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്റെ കുടുംബത്തെ പോട്ട്. നീ നാട്ടില് കാലൂത്തി കാണിക്കടാ. നീ കാസർഗോഡ് കാലൂത്തി കാണിക്കേ. നീ എന്ത് വിചാരിച്ചത്? കുടുംബത്തെ കയറി കളിക്കുന്ന നായേ. നിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും നിങ്ങൾക്ക് പണ്ടെല്ലാം പറയാം, കാരണം നിങ്ങൾക്ക് പരിഗണനകളില്ലായിരുന്നു, കാര്യങ്ങളില്ലായിരുന്നു. ഇപ്പൊ പരിഗണനകളുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ജോലിക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ടും ഇവനുണ്ടല്ലോ, ഈ സനോജ് എന്നല്ല ഇവന്റെ പേര്, ഇവൻ ഇപ്പോഴും ചെയ്യുന്ന പരിപാടി തൃശ്ശൂര് KSRTC ബസ് സ്റ്റാൻഡ്. ഇതോടുകൂടി നിനക്ക് കസ്റ്റമേഴ്സ് കൂടും, ഒരു 10% കമ്മീഷൻ തരണം കേട്ടറാ. പിന്നെ ഇവനാടെ രാത്രി കുണ്ടൻ ആർക്ക് വേണം കൊലത്തി കൊടുത്തോ, അത് വിഷയമുള്ള കാര്യമല്ല. അടുത്തടക്കം പോയിട്ട് ഇവൻ ഈ പരിപാടിക്ക് നിൽക്കുന്നുണ്ട്. സോ
നല്ലൊരു പ്രൊമോഷനാണ് നിനക്ക് കിട്ടിയത്. അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇനി നിനക്ക് കസ്റ്റമേഴ്സ് കൂടും. കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു ആള് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സിനെ കിട്ടും. നീ ഇനിയിപ്പോൾ ക്യാഷ് അങ്ങ് കൂട്ടി പറഞ്ഞാലും അവർ ഓക്കെ പറയുകയും ചെയ്യും. എന്നാൽ ഈ ഒരു വിഷയത്തിനകത്ത് കുറച്ചധികം അലിഗേഷൻസ് ഇവനെതിരെ ഈ പറയുന്ന ഹെൽനോസ് പാട്ട പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ നായിന്റെ മോനെ ചവിട്ട് കൂട്ടി അകത്ത് തീർക്കണം. കാരണം മറ്റൊന്നുമല്ല, ഇവനെ പോലെയുള്ള ആളുകളാണ് ഈ നാട്ടിൽ HIV പോലുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാണ്ട് മുഖ്യ പങ്ക് വഹിക്കുന്നത്. സോ ഇവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓൾറെഡി അത് ഹെൽനോസ് പാട്ട എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിനകത്ത് വന്നതാണ്. എന്നിരുന്നാലും ഞാനിവിടെ വെക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിനകത്ത് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഈ അടുത്തിടെ ഒരു സ്റ്റഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്വവർഗാനുരാഗികളായിട്ടുള്ള ആളുകൾക്കിടയിലാണ് HIV പോസിറ്റീവ് ആയിട്ടുള്ള ചാൻസ് കൂടുതലെന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവനൊക്കെ കാണിച്ചു കൂടുന്ന തോന്നിവാസം കൊണ്ട് നാളത്തെ ഒരു തലമുറ തന്നെ HIV ബാധിതരായിട്ട് മാറാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു വീഡിയോ ഏതെങ്കിലും അച്ഛനും അമ്മയൊക്കെ കാണുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്ത് കാണിക്കണം. എന്നിട്ട് പറയണം അവരോട് ഇങ്ങനെയൊന്നും പോയേക്കരുതെന്ന്. കാരണം ഇതിനകത്ത് പറയുന്നത് അത്രത്തോളം ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇതിനകത്ത് പല വേർഡ്സും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ, അതുകൊണ്ട് ഫേസ്ബുക്കിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇതെല്ലാം പാലിക്കപ്പെടണം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ലാതെ ഞാൻ 100% ഉറപ്പായിരുന്നു ഇത് ഞാൻ പച്ചയ്ക്ക് ഏൽപ്പിച്ചേരാം, എൻ്റെ ഫേസ്ബുക്കിൽ ഇടാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് യൂട്യൂബും ഫേസ്ബുക്കുമാണ് നിലവിലെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ എനിക്കതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ ഇതിനകത്ത് ആ ഒരു വോയിസും കൂടി വെക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഇവിടെ ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മള് നൈറ്റൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഈ KSRTC സ്റ്റാൻഡ് അവിടെ കുറെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, രാത്രി ഓപ്പൺ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും കടയിലോ കാര്യങ്ങളിലൊക്കെ പോകുമ്പം ഇവര് സ്ഥിരം നിൽക്കുന്ന ഒരു വഴി തന്നെയാ. അത് വൺ വേ ആണേ. തൃശ്ശൂർ മാതൃഭൂമിയുടെ അവിടെ രാത്രിയിൽ 2 മണിക്ക് ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ പാസ് ചെയ്ത് പോവുക. അപ്പം കുറേ പിള്ളേര്, ഒരു 3-4 ഉണ്ട്, ചെറിയ പിള്ളേരാണ്. എനിക്ക് തോന്നുന്നു അവർക്കൊന്നും പൂർത്തി പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു. എവിടെയോ പഠിക്കുന്ന ഹോസ്റ്റലിൽ നിന്നങ്ങാണ്ട് പഠിക്കുന്നതാ. രാത്രിയിൽ ആ ടൈം എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു 1:30 ആ ടൈമിലാ. അപ്പൊ അത്രയും പിള്ളേരൊക്കെ ഇവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് പോകുന്നത്. ദീപ്തി കല്യാണി വന്നിട്ട് നമ്മുടെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഈ KSRTC സ്റ്റാൻഡ് അവിടുത്തെ ബസ് സ്റ്റോപ്പ്. അതിനപ്പുറത്തായിട്ട് കുറച്ച് ഇരുട്ടായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ പുള്ളിക്കാരത്തി സ്ഥിരം നിൽക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം അവിടെ വെച്ചിട്ട് തന്നെയാണ്. ഞങ്ങൾ ഇവിടെ ടൗണിൽ തന്നെ താമസിക്കുന്നത്. അപ്പൊ നമുക്ക് പാസ് ചെയ്ത് പോകണമെങ്കിൽ ഇതുവഴിയേ പോകാൻ പറ്റുള്ളൂ. എവിടെ പോയാലും ഇവര് നിൽക്കുന്ന ആ വഴിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതറിഞ്ഞിട്ടാന്ന് തോന്നുന്നു അവിടെ വന്ന് നിൽക്കുന്നത്. കാരണം ഏത് വണ്ടികൾ പോയാലും അതുവഴിയേ പോവുള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ ചിരിച്ചിട്ടൊക്കെ പറയായിരുന്നു കളിയാക്കിയിട്ട്, എന്തായാലും അതുകൊണ്ട് നിൽക്കുന്നു രാത്രി ഡ്യൂട്ടിക്കെന്ന്. ഇവര് ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് പറയും പണ്ടാണ് അവർ സെസ് വർക്ക് ചെയ്തിട്ടുള്ളത്, അവരിപ്പോ അതിന് പോയിട്ടില്ല. കാരണം പണ്ട് അവർക്ക് ജോബ് കൊടുക്കാൻ ആരും ഇല്ല, അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് പോയതാണ്. ഒരു കുന്തമല്ല. പക്ഷെ നേരി കണ്ടപ്പോ ഞാൻ ശരിക്കും ഷോക്കായി പോയി. ദൈവമേ, ഇവരാണ് ഇന്റർവ്യൂലൊക്കെ വന്ന് ഭയങ്കര സെന്റ് അടിച്ച് സംസാരിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞ ആണുങ്ങളുടെ അതേ രീതികൾ തന്നെയാ അവര്. കടയില് രാത്രിയിൽ പെട്ടിക്കടയിൽ നിന്നിട്ട് ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ദീപ്തി കല്യാൺ കുറെ 3-4 പേര് സിഗരറ്റ് വലിക്കുക പെട്ടിക്കടയിൽ നിന്നിട്ട്. എല്ലാ ആൾക്കാരും നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് അതിന്റെ ആ ഒരു നാണോ അങ്ങനത്തെ ഒന്നും ഇല്ല. അവർക്ക് ഒരു ഇഷ്യൂവേ അല്ല. ആ ദീപ്തി കല്യാണിയുടെ പല്ലൊക്കെ ഒന്ന് നമ്മൾ അടുത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഫുള്ള് കറയാണ് ഈ സിഗരറ്റ് വലിച്ച്. പിന്നെ ഈ നാണോ മാനയില്ല സാധനങ്ങളൊക്കെ മറ്റുള്ളവരെ പറയാൻ എന്ത് യോഗ്യതയാന്ന് എനിക്കറിയത്തില്ല. അപ്പം ഹെലനെ കളിയാക്കിക്കൊണ്ട് അവർക്കത് പറയാനുള്ള ഒരു യോഗ്യത ഇല്ലാത്ത ഒരാളാണ്. പുച്ഛം മാത്രമേ ഉള്ളൂ അവരോട്. ഇത് തന്നെയാ. ഞാൻ തൃശ്ശൂരാണ്. അപ്പൊ ഈ പുള്ളിക്കാരി അല്ലെങ്കിൽ കാരൻ വാട്ടവർ ഇതിനെ ഞങ്ങൾ കാണലുണ്ട്. തൃശ്ശൂര് ശക്ത സ്റ്റാൻഡ് അല്ലെങ്കിൽ KSRTC സ്റ്റാൻഡ് ഉണ്ട്, അവിടെയൊക്കെ ആയിട്ടാണ് ഇത് വന്ന് നിൽക്കല്. രാത്രി ഒരു 10 മണിക്കൊക്കെ വന്ന് നിൽക്കണ കാണാം. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മീൻസ് ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിലുള്ള, ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയും, ഓഫീസിലെ ചേട്ടന്മാരൊക്കെ പറയും ഇതിനെ അവിടെ കാണലുണ്ട്, ഇങ്ങനെ നിൽക്കണം. അവര് ലേറ്റ് ആയിട്ട് ഇറങ്ങുക വർക്കൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം അവര് പറയാറുണ്ട് കാണലുണ്ട് ഇതിനെ എവിടെ ഇങ്ങനെ നിൽക്കണത്. ഇവരിത് ചെയ്യുന്നത് ഇവരുടെ ചോയ്സ് ആണ്, നമുക്ക് വിഷയമില്ല. പക്ഷെ ഇവർ ഈ പറഞ്ഞ് വലിയ ആള് കളിച്ച് കാണിക്കുന്ന ഒരു തരം പട്ടി ഷോ ഉണ്ടല്ലോ, ദെൻ വലിയ മാന്യത കാണിച്ചിട്ട് ചെയ്യുന്ന പണി വേറെയാണ്. അപ്പം പിന്നെ നമ്മൾ പറയുമല്ലോ, ഓഫ് കോഴ്സ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് പല എവിടെയൊക്കെ കയറി ഇറങ്ങിയിട്ട് വരുന്നതെന്ന് അറിയില്ല. ഞങ്ങളുടെ നാടിന്റെ ഒരു വിധത്താണ് പറഞ്ഞൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്.
എന്റെ അമ്മോ, ഇവരുടെ ഒരു നോട്ടുണ്ട് നമ്മളതിലെ പോകുമ്പോൾ. അതായത് ഞാൻ പറഞ്ഞുതരാം, കറക്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. KSRTC, നമ്മുടെ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലോട്ട് ഒരു വഴി പോകുന്നുണ്ട്. അവിടെ കുറച്ച് ഇരുട്ട് പിടിച്ച വഴിയാണ്. എന്നിട്ട് ആ വഴിയുടെ വഴിയാണ് നമുക്ക് എന്തായാലും അതിൽ തൃശ്ശൂർക്ക് കടക്കണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. ഈ ഒരു വഴി മറ്റേ വഴി, മറ്റേ വഴി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഇതിലേ പോകും. അപ്പൊ ഞാനും എന്റെ സിസ്റ്ററും കൂടി ഒരു വട്ടം പോകുമ്പോൾ ഞാൻ ഇവരെ കണ്ടിട്ട് ഞാൻ എന്റെ സിസ്റ്ററോട് ഞാൻ പറയുകയും ചെയ്തു. പറഞ്ഞിട്ട് ഞാൻ സിസ്റ്റർക്ക് കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവരുടെ ഒരു നോട്ടവും ഭാവമുണ്ട്. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിന്റെ ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ ഇവരുടെ കാട്ടായി ഇതും കാണണം. എന്റെ അമ്മ ഒന്നും പറയണ്ട, ഏതാണ്ട് ഇവരുടെ ആ ഏരി ഇവരുടെ സ്വന്തം, ഇവരുടെ ആരാങ്ങണ്ട് എഴുതി കൊടുത്ത പോലെയാ. എന്നിട്ട് ഇവര് വരുന്ന ചെറിയ അവരെ പോലും ഇവർ വെറുതെ വിടില്ല. എന്നിട്ട് നമ്മളുടെ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ നമ്മളെയൊക്കെ കാണുമ്പോൾ ഇവരുടെ കാട്ടായം കാണണം. എന്റെ അമ്മോ, ഞാൻ കറക്റ്റ് പേരടക്കം പറഞ്ഞുതരാം. ആരൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പേരടക്കം ഞാൻ പറഞ്ഞുതരാം.